കാരണം പ്രഗ്നൻസിയെ കുറിച്ച് കുറേ പേര് ഇങ്ങനെ നെഗറ്റീവായിട്ട് അല്ലാതെ ഈ പറയുന്ന പോലെ ബ്യൂട്ടി കോൺഷ്യസോ ഡാൻസ് ചെയ്ത് നടക്കാൻ പറ്റാത്തതുകൊണ്ടോ അഭിനയിക്കാൻ പോകാൻ പറ്റാത്തതുകൊണ്ടോ ഒന്നുമല്ല. ചേട്ടൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നം? അപ്പം അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. അതൊക്കെ അതിനൊക്കെ ഓരോരോ സമയം എന്ന് പറയും. കാരണം പ്രഗ്നൻസിയെ കുറിച്ച് കുറേ പേര് ഇങ്ങനെ നെഗറ്റീവായിട്ട് നമ്മുടെ പുതിയ പോസ്റ്റിലും ഇന്റർവ്യൂസിലും കമന്റ്സിലും ഇതിലും മാത്രമല്ല പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്, ഫാമിലിയിൽ നിന്ന് കുറേ പേര് ചോദിക്കാറുണ്ട്. അത് മാത്രമല്ല നാവലാതിയാണ് ആളുകൾക്ക്. കാര്യം നിങ്ങളുടെ കൂടെ ഡാൻസ് ചെയ്തവരും വ്ലോഗ് ചെയ്ത് സ്റ്റാർട്ട്, ഞങ്ങളിപ്പോൾ 6-7 വർഷമായല്ലോ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂടെ ഡാൻസ് ചെയ്തവരും വ്ലോഗ് ചെയ്തവരും ഒക്കെ ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആയി. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, മെഡിക്കലി ചേട്ടൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിന്നെ ബ്യൂട്ടി കോൺഷ്യസ് ആയതാണോ, അഭിനയിക്കാൻ പോകാൻ പറ്റൂലേ കുഞ്ഞുങ്ങളായ, ഇതൊക്കെ കൊണ്ടാണോ നിങ്ങൾ കുഞ്ഞുങ്ങൾ വേണ്ടെന്ന് വെച്ചതാണോ? ഇതൊക്കെയാണ് എല്ലാവരുടെയും ക്വസ്റ്റ്യനും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അതിനായിട്ടുള്ളൊരു മറുപടി എന്ന രീതിയിലാണ് ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഫിനാൻഷ്യലി അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് മെച്യൂർഡായി നമുക്കൊന്ന് സ്റ്റെബിലിറ്റി വരുന്നത് വരെ നമുക്ക് കുഞ്ഞുങ്ങൾ 2-3 വർഷം കഴിഞ്ഞിട്ട് മതി എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു ആദ്യത്തെ ഒരു 3 വർഷത്തേക്ക് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരുന്നത്. ഇപ്പം നമ്മൾ എന്താ ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ ഒരു സംഭവങ്ങളുണ്ടല്ലോ, ആ ഒരു ഡിസിഷൻ ചിലപ്പം റോങ് ആയിരിക്കാം. ചിലരിപ്പോൾ കേൾക്കുമ്പോൾ പറയുന്നുള്ളൂ അത് നിങ്ങളുടെ അഹങ്കാരമാണ്, അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്. ക്യാഷ് ഇല്ലാത്ത എത്ര പേര് കുട്ടികളെ കുറിച്ച് ചിന്തിക്കുന്നത്, നിങ്ങൾ അങ്ങനെ ചിന്തിക്കാത്ത അതുകൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടോ ആയിക്കോട്ടെ, നമുക്കിപ്പോൾ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേർക്കും ഇപ്പോഴാണ് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ മാസമാണ് ഇപ്പോൾ ഒരു വീടെന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെ നമുക്ക് സാധ്യമായത്. അത് നമ്മുടെ അഹങ്കാരമാണോ ഇല്ലേ എന്നൊന്നും അല്ല പറയുന്നത്. ഇപ്പോൾ ഈ ഒരു വീടായിട്ട് നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മുടെ കുഞ്ഞ് ജനിക്കണം അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമുക്കുണ്ടായിരുന്നു. കാര്യം വേറൊന്നും കൊണ്ടല്ല, നമ്മളെ ജനിച്ച് വളർന്നതെന്ന് പറഞ്ഞാൽ അത്രയും അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് സ്ട്രഗ്ലിങ്ങും കാര്യങ്ങളും. കാര്യം എൻ്റെ ഒരു പേഴ്സണലി ഉള്ളൊരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരന്മാർ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരില്ല. കാര്യം എല്ലാവരുടെയും വീട്ടിലൊക്കെ നമ്മൾ എന്തെങ്കിലും കൂട്ടുകാർ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ വീട്ടുകാർ എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ കൂട്ടുകാരന്മാരുടെ വീട്ടിലൊക്കെ പോയി നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് പോവുകയൊക്കെ ചെയ്യും. എൻ്റെ വീട്ടിലേക്ക് പക്ഷേ എൻ്റെ കൂട്ടുകാരന്മാരെ ഞാൻ വിളിച്ചുകൊണ്ട് വരില്ല. കാര്യം എൻ്റെ വീട്ടിൻ്റെ അന്തരീക്ഷം എൻ്റെ കാര്യങ്ങളൊക്കെ ആ ഒരു കുഞ്ഞിലെ നടന്നൊരു ഇൻസിഡൻസ് കുഞ്ഞിലത്തെ മനസ്സിൽ പോലും നമ്മളെ മനസ്സിൽ വീട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും മോശം അവസ്ഥയിൽ നിന്നാണ് നമ്മൾ ജനിച്ചു വന്നത്. അപ്പൊ ആ ഒരു അവസ്ഥ നമ്മളുടെ കുട്ടികൾക്ക് വരരുതെന്ന് അതിപ്പോ എല്ലാവർക്കും ഉള്ളൊരു ചിന്ത ആയിരിക്കും. എല്ലാവർക്കും ഉണ്ടായിരിക്കും, ചിലർക്ക് കാണൂല. നമുക്കത് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു ബ്രേക്ക് വെച്ചത് ഈ കാര്യം. അപ്പൊ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വെയിറ്റിംഗ് ആണ്. അത്രേ ഉള്ളൂ. ഞങ്ങളും ഇങ്ങനെ ഹേർട്ടിംഗ് ആയിട്ടുള്ള കമന്റ് ഇട്ടിട്ടോ അല്ലെങ്കിൽ എന്താ ഇങ്ങനെ പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. നമുക്ക് വിധി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്നത് പോലെ ഇതിനൊക്കെ ഒരു ഭാഗ്യം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വെയിറ്റിങ്. അപ്പോൾ വെറുതെ ആവലാതി പിടിച്ച ആളുകൾ അല്ലാതെ ഈ പറയുന്ന പോലെ ബ്യൂട്ടി കോൺഷ്യസോ ഡാൻസ് ചെയ്ത് നടക്കാൻ പറ്റാത്തതുകൊണ്ടോ അഭിനയിക്കാൻ പോകാൻ പറ്റാത്തതുകൊണ്ടോ ഒന്നുമല്ല. ഇതാണ് സിറ്റുവേഷൻ. അല്ല നിങ്ങൾ ആവശ്യമില്ലാതെ ഈ കമന്റ്സ് ഇടുവോ? അതിപ്പോ നിങ്ങൾക്ക് ഇടുന്നവർക്ക് അത് ബോധരാവില്ല. കാണുന്ന നമുക്കുണ്ടാവുന്ന ഒരു അവസ്ഥ ചിലപ്പോൾ മേ ബി നിങ്ങളുടെ ഫാമിലിയിലും ഇതുപോലുള്ള അവസ്ഥ ഉണ്ടാവാം. അപ്പം പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. അതൊക്കെ അതിനൊക്കെ ഓരോരോ സമയം എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. ആ സമയത്തിന് അനിഷ്ഠിതമായി നമ്മൾ ജീവിക്കുക അല്ലേ. നമ്മുടെ ലൈഫിൽ നമ്മുടെ ആഗ്രഹമാണ് നമ്മുടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി ഉണ്ടാവണം, കുഞ്ഞുണ്ടാവണം, അതിനെ താലോലിക്കണം. എൻ്റെ പുറം ഒരു കുഞ്ഞിനെ വേണ്ടെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ആളുകളൊന്നുമല്ല, ഞങ്ങളുടെ ആഗ്രഹമാണ്. അപ്പോൾ സമയത്തിനനുസരിച്ച് എല്ലാം ആവണം എന്നില്ലല്ലോ. മറ്റുള്ളവർക്കായി മറ്റുള്ള കപ്പിൾസ് നിങ്ങളുടെ കൂടെ കുഞ്ഞായി ഒരു കുഞ്ഞിനെ കൂടെ കാണണം, നിങ്ങളുടെ കുഞ്ഞിനെയും കൂടെ കാണണമെങ്കിൽ നമ്മുടെ ലൈഫ് സക്സസ് ആവും അല്ലെങ്കിൽ ലൈഫ് ഒരു പൂർണ്ണതയിലെത്തും. ഇത് പൂർണ്ണതയിലെത്തുക എന്നുള്ളത് പിന്നെ ഒരു കുഞ്ഞ് വേണം തീർച്ചയാണ്. പക്ഷേ നമ്മളുടെ ലൈഫ് ആ ഒരു സന്തോഷം അതൊക്കെ ഇപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ടാവും. കുഞ്ഞായാലും ആയില്ലെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ സന്തോഷത്തോടിരിക്കും. പക്ഷേ ഞാൻ നെഗറ്റീവ് ഇടാതിരിക്കുക. കാര്യം നമുക്കുണ്ടാകുന്ന ഒരു പേഴ്സണലി ഉണ്ടാകുന്നൊരു വിഷമം എന്ന് പറയുന്നത് അത് ഭയങ്കര ഏറ്റവും നമുക്ക് ഒരു സ്ട്രൈക്കിംഗ് ആയ ഒരു കമന്റ് എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ തുള്ളി നടക്കുന്നതുകൊണ്ടാണ് എനിക്ക് കൊച്ചാകുന്നത്. അതെ അതെ അതെ, ഒരു 2 മാസം മുമ്പ് അപ്പം ഞങ്ങൾ ഈ വീഡിയോ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കരുതെന്ന് ഞാൻ പേഴ്സണലി ആഗ്രഹിച്ചാണ്. കാര്യം പേഴ്സണൽ കാര്യമാണിത്, തീർത്തും പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പബ്ലിക്കായിട്ട് സംസാരിക്കാൻ തീർത്തും താല്പര്യപ്പെട്ട കാര്യമല്ല. പക്ഷേ ഇങ്ങനെ കണ്ടിന്യൂസ് വന്നിട്ട് ഇങ്ങനെ അതായത് ചുമ്മാ അങ്ങ് ചിലക്കുകയാണ്. അപ്പോൾ അത്
പേഴ്സണലി എത്ര ഹേർട്ട് ചെയ്യുന്നു എന്ന് അത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ എക്സ്പീരിയൻസ് ചെയ്തവർക്ക് ഇത് നന്നായിട്ട് ഇത് മനസ്സിലാവും. കാര്യം എന്തിനാ നാട്ടുകാർക്ക് ഇത്ര കടി, അത്രേ ചോദിക്കുന്നുള്ളൂ. അതൊക്കെ പേഴ്സണൽ തീരുമാനങ്ങളാണ്. എനിക്ക് കുഞ്ഞു വേണോ അതെൻ്റെ മാത്രം, അല്ലെങ്കിൽ അവളുടെയും കൂടെ ആയിട്ടുള്ള ചേർന്നുള്ള ഡിസിഷൻ. അത് പേഴ്സണൽ തീരുമാനമാണ്. അതിലെന്തിനാണ് നാട്ടുകാർക്ക് ഇത്ര കടി? അഭിശ്രീ വ്ളോഗ്സ് എന്ന് പറഞ്ഞ ചാനലിനകത്ത് അവരുടെ ഒരു അവസ്ഥയാണ് ഇപ്പൊ അവര് വന്നിരുന്ന് പറഞ്ഞത്. അപ്പൊ ഇവരുടെ ഒരു വിഷയം എന്താന്ന് നോക്കണമെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് കണ്ടതിൽ നിന്ന് മനസ്സിലായല്ല, അവരുടെ ഒരു പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് അവർക്ക് വരുന്ന പല പല ചോദ്യങ്ങളും ഒക്കെയാണ് അവർ ഇതിനകത്ത് വന്നിട്ട് പറഞ്ഞത്. പിന്നെ അവരുടെ ഒരു അവരുടെ അവസ്ഥ എന്താണെന്നൊക്കെയാണ് അവർ വന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഒരു ഇതിനകത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞ ഇപ്പൊ ഈ കുട്ടികളൊന്നും ആയില്ലേ എന്നുള്ള ചോദ്യം ഇപ്പൊ ഏതൊരു കപ്പിളാണെങ്കിലും കുറച്ച് ആളുകൾ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ആളുകൾ കഴിയുമ്പോൾ തന്നെ ഇവർക്ക് ഒരു ഏറ്റുവാങ്ങേണ്ട വരുന്ന ഒരു ചോദ്യമാണ് ഈ പറഞ്ഞ കുട്ടികളൊന്നും ആയില്ലേ എന്നുള്ളത്. അപ്പൊ ഈ ഒരു ചോദ്യം വരുമ്പോഴത്തേക്കും ഇത് പലരിൽ നിന്നായിരിക്കും കിട്ടുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരിൽ നിന്ന് കിട്ടും, നാട്ടുകാരിൽ നിന്ന് കിട്ടും. ഇപ്പൊ ഇവരുടെ കേസിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു യൂട്യൂബറും കൂടെ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് വ്യൂവേഴ്സിൽ നിന്നും കൂടെ അങ്ങനത്തെ ഒരു ചോദ്യം കിട്ടും. ഇപ്പൊ പഴയ കാലം ഒന്നല്ലല്ലോ, കാലം മാറി. അതുകൊണ്ട് ഇപ്പൊ വ്യൂവേഴ്സിൽ നിന്നും കൂടെ എന്താണ് കുട്ടികളാവാത്തത്, ചേട്ടനാണോ പ്രശ്നം, ചേച്ചിക്കാണോ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും കിട്ടേണ്ട ഒരു അവസ്ഥയാണ്. പിന്നെ നോക്കണമെങ്കിൽ ഇപ്പൊ മറ്റ് ഫാമിലി വ്ളോഗേഴ്സ് ഒക്കെ ഇപ്പൊ നമ്മൾ ട്രെൻഡിങ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകളായിരിക്കും ട്രെൻഡിങ്ങിനകത്ത് കിടക്കുന്നത്. അപ്പൊ ഈ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അത്രയും വ്യൂവേഴ്സും കാണാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ഒരു വിഷയമാണ്. ഈ അവരുടെ ഗർഭിണിയായി കഴിഞ്ഞാൽ എത്ര മാസം കൊണ്ട് പ്രസവിക്കും എന്നൊക്കെയുള്ള സാധനം. അപ്പൊ ഈ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇത്രമാത്രം ചോദ്യങ്ങൾ ഇവരുടെ കമന്റ് ബോക്സിനകത്തൊക്കെ വരുന്നത്. അപ്പൊ അവര് പറഞ്ഞ ഒരു ഇത് കേട്ടല്ല, അതായത് അവർക്ക് ഇപ്പൊ നിലവില് ഇങ്ങനെ കുട്ടി വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതിൻ്റെതായ സമയത്തല്ലേ നടക്കുള്ളൂ. കാര്യം ഇപ്പൊ നമുക്കിപ്പോ കുട്ടികൾ വേണോ വേണ്ടയോ എന്നുള്ളതൊക്കെ അവരവരുടെ സ്വന്തം ഇഷ്ടമാണ്. അതിപ്പോ നമ്മളാരും അല്ല ഇപ്പൊ അവരെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് കുട്ടികളാവാത്തതെന്ന് ചോദിക്കുന്നത്. അത് ചോദിക്കല് തന്നെ അത് ഭയങ്കര അത്രയും മോശം പരിപാടി വേറെ ഇല്ല. കണ്ടവന്റെ വീട്ടിൽ കിടക്കുന്ന അവരുടെ തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അതിനകത്തൊക്കെ കയറി പറയേണ്ട ഒരു കാര്യമില്ല എന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ ഇപ്പൊ ചിലർക്ക് ഇപ്പൊ കുട്ടികൾ വേണമെന്നുള്ളവര് അവര് സമയമാകുമ്പോഴത്തേക്കും അതാക്കും. പിന്നെ അല്ലെങ്കിൽ ഇപ്പൊ ചിലർക്ക് വേണ്ടാന്നായിരിക്കും കുട്ടികൾ. അതിനിപ്പോ എന്താണ് പ്രശ്നം? കുട്ടികളെ നോക്കാനായിട്ട് ചിലർക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ ചിലർക്ക് അത് അങ്ങനെയാണ്. അതിനകത്ത് ഇപ്പൊ നമ്മൾ കയറി ആരാണ് പറയാൻ നിങ്ങൾക്ക് എന്താണ് കുട്ടികൾ വേണ്ടാത്തത് എന്നൊക്കെ പറയാൻ നമ്മളാരാണ്? അപ്പൊ ചിലർ കുട്ടികൾ വേണ്ടെന്നുള്ളവർക്ക് അവർക്ക് കുട്ടികൾ വേണ്ട. കാര്യം അവരാണ് അതിന് നോക്കി വളർത്തുന്നത്. അല്ലാണ്ട് ഇപ്പൊ നോക്കി പെറ്റിട്ട് കഴിഞ്ഞപ്പോ ഈ നോക്കുന്നവരോ അല്ലെങ്കിൽ കാണുന്നവരോ അല്ലെങ്കിൽ നാട്ടുകാരോ ഒന്നും വന്നിട്ട് അതിന് ചെലവിന് കൊടുക്കുക അല്ലെങ്കിൽ അതിനെ നോക്കിയൊന്നുമില്ല. അത് അവര് തന്നെ നോക്കണം. അപ്പൊ അവരുടെ ഇഷ്ടമാണ്, അവർക്ക് വേണ്ടാന്ന് തീരുമാനിച്ചാൽ വേണ്ട, അത്രേ ഉള്ളൂ. പിന്നെ ഇവരുടെ അടിയിൽ വരുന്ന കമന്റ് ആണ് ഈ നിങ്ങൾ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടാണോ നിങ്ങൾ കുട്ടീനെ വേണ്ടാന്ന് വെക്കുന്നത്? ആണെങ്കിൽ ഇപ്പൊ എന്താ പ്രശ്നം? കാര്യം അവരുടെ ഇഷ്ടമാണ്. ഇപ്പൊ അവരുടെ സൗന്ദര്യം പോവും എന്നുണ്ടെങ്കിൽ അത് ഓരോരുത്തരും താല്പര്യമാണ്. അപ്പൊ നമ്മൾ ആരുമല്ല അതിനകത്ത് കയറി കമന്റ് അടിക്കാനായിട്ട് നിങ്ങൾ എന്താണ് കുട്ടികളെ വേണ്ടാത്തത് എന്ന് പറയാൻ അത്രയും മൂളത്തരം വേറെ ഒന്നുമില്ല എന്ന് ഞാൻ പറയുള്ളൂ. അപ്പൊ എനിക്ക് ഇത്രയാണ് അത് കണ്ടിട്ട് പറയാനുള്ളൂ. അപ്പൊ ബാക്കിയുള്ളവരുടെ ജീവിതത്തിനകത്ത് കയറി, അതായത് ഇപ്പൊ അവരവരുടെ ജീവിതം കാണിക്കുന്നുണ്ട്, അത് ഒരു കാര്യമാണ്. അപ്പൊ അതിനകത്ത് നമുക്ക് അഭിപ്രായം പറയാം. പക്ഷെ ഈ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിനകത്തൊന്നും കയറി കമന്റ് അടിക്കാണ്ടിരിക്കാന്ന് മാത്രമേ എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളൂ. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? വീഡിയോയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് ടാറ്റാ ബൈ.